അവരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കരുത്. കൃത്യമായ ശമ്പളം അത് പറഞ്ഞ സമയത്ത് കരാറിലുള്ളതുപോലെ ഡിലേ ഇല്ലാതെ കൊടുക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അഅ്തുൽ അജീറ അജ്റഹു, തൊഴിലാളിക്ക് അവന്റെ പ്രതിഫലം നിങ്ങൾ നൽകണം. അവൻ ജോലി ചെയ്ത് അധ്വാനിച്ച വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ്. എത്ര ഗൗരവത്തോടെയാണ് ഇസ്ലാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അല്ലാഹു തആല അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ്, നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ ഞാൻ വാദിക്കും 3 വിഭാഗം ആളുകൾക്ക് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തു പറഞ്ഞ 3 വിഭാഗത്തിൽ ഒരു വിഭാഗമാരാണ്? റജുലുൻ, ഒരാൾ ഇസ്തഅജറ അജീറ, ഒരു തൊഴിലാളിയെ കൂലിക്ക് വിളിച്ചു, തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്നിട്ട് ഫസ്തൗഫാ മിൻഹു, അവനെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിച്ചു. പക്ഷേ വലം യുഅ്തിഹി അജ്റഹു, പറഞ്ഞ ശമ്പളം കൊടുത്തില്ല, കൂലി കൊടുത്തില്ല. അവന്റേതായ ആ അവകാശത്തെ പിടിച്ചു വെച്ചുവെങ്കിൽ അത് മഹ്ശറിൽ ഞാൻ നേരിട്ട് ഇടപെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം താഴെയുള്ള ആളുകളോടും തൊഴിലാളികളോടും വീട്ടുജോലിക്കാരോടും മറ്റു ബന്ധപ്പെട്ട ആളുകളോടുമൊക്കെ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും അധകൃതരായ വിദ്യാഭ്യാസമില്ലാത്ത ആരുടെയെങ്കിലും പ്രവർത്തനങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ അതല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെയാണെന്ന് പലവിധത്തിലുള്ള സിനിമകളും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞു പരത്തുന്ന ഒരു പ്രത്യേകമായ ആരോപണത്തിന്റെ സംസ്കാരം ഇന്ന് പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്ന് അല്ല. ഏത് രാജ്യത്തുമുണ്ടാകും, ഏത് നാട്ടിലുമുണ്ടാകും നന്മയോടെ പെരുമാറുന്ന ആളുകൾ, നീതിയോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ പലയിടങ്ങളിലും ഉണ്ടാകും. അതിനൊക്കെ അപവാദമായ ആളുകളും അപവാദമായവ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ തൊഴിലാളികളോട് ഇടപെടുന്നത്, ഇതാണ് അവരുടെ ജീവിതം, ഇതാണ് അവര് ആടുകളെപ്പോലെ മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങളെക്കാൾ മോശമായ പെരുമാറ്റമാണെന്ന് മുഴുവൻ മൊത്തത്തിൽ അത് പർവ്വതീകരിച്ച് അതിന് മൊത്തം എല്ലാവരെയും ആ നിലക്കുള്ള ഒരു ക്രൂരതയുടെ ചാപ്പയടിക്കുന്നത് അത് നീതിയല്ല. ഇസ്ലാം വളരെ ഗൗരവത്തോടെ കൃത്യവും വ്യക്തവുമായ നയങ്ങളാണ് ഈ മേഖലയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്.